നമസ്കാരം. കൃഷിക്കാരും മണ്ണിന്റെ മക്കളും എന്നാണ് മറാഠകൾ സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. കൃഷി ഉപജീവന മാർഗമായതുകൊണ്ട് തന്നെ പരമ്പരാഗതമായി ധാരാളം ഭൂമി ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. താനും മറാഠി ഭാഷ സംസാരിക്കുന്നവരാണ് ഭൂരിഭാഗവും. മഹാരാഷ്ട്രയുടെ 1/3 ജനസംഖ്യയും ഈ മറാഠകൾ തന്നെയാണ്. 1960 മുതൽ 20 മുഖ്യമന്ത്രിമാരുണ്ടായതിൽ 12 പേരും മറാഠ സമുദായത്തിൽ നിന്ന് തന്നെ ഉള്ളവരായിരുന്നു. നിലവിലെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ ഈ മറാഠ സമുദായ അംഗമാണ് താനും. എന്തായാലും കുറച്ചു കാലമായി കൃഷി തകർച്ച മൂലം വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ മറാഠ സമുദായം കടന്നു പോകുന്നത്. മധ്യവർഗ വിഭാഗത്തിലായിരുന്ന പലരും ഇപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിട്ടുമുണ്ട്. മദടി ലേബർ യൂണിയൻ നേതാവ് അണ്ണാ സാഹേബ് പാട്ടീലിന്റെ നേതൃത്വത്തിൽ 1980കളിൽ തന്നെ മറാഠ സംവരണം എന്നുള്ള ആവശ്യം മഹാരാഷ്ട്രയിൽ ഉയർന്നു വന്നിരുന്നു. മഹാരാഷ്ട്രയിലെ പ്രമുഖ സമുദായമായിരുന്നിട്ട് പോലും 6 ദശകത്തോളമായിട്ടും ഇവരുടെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ സംസ്ഥാനത്തിന് സാധിച്ചിരുന്നില്ല. അടുത്തിടെ സാമ്പത്തികമായി ഈ സമുദായം ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ചൂടുപിടിക്കാൻ കാരണമായത്. സംവരണം നടപ്പിലാവുകയാണ് എങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ജോലികൾ, ഇവിടെയൊക്കെ അവർക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സാധിക്കും. സംസ്ഥാന വ്യാപകമായി ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ തുടർന്ന് 2018 സംസ്ഥാന സർക്കാർ സംവരണം പ്രഖ്യാപിച്ചു എങ്കിൽ പോലും സുപ്രീം കോടതി ഇത് റദ്ദാക്കുകയായിരുന്നു. മറാഠ സമുദായം വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും ഒന്നും അത്ര പിന്നിലല്ല എന്ന നിരീക്ഷണത്തോടു കൂടി തന്നെയായിരുന്നു സുപ്രീം കോടതി ഇത് റദ്ദാക്കിയത്. അങ്ങനെയുള്ള മറാഠ സമുദായത്തിന് സംവരണം അനുവദിക്കുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുകൂടി സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരുന്നു. ഈ ജനസംഖ്യയുടെ 32% വരുന്ന പ്രബല സമുദായമായ മറാഠകൾ ഇടഞ്ഞത് BJPയും ഷിൻഡെ വിഭാഗം ശിവസേനയും അജിത് പവാർ നയിക്കുന്ന NCPയും ചേർന്നുള്ള ഭരണ മുന്നണിയുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്തത്. NCP ശിവസേന കോൺഗ്രസ് സർക്കാരിനെ തകിടം മറിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഏക്നാഥ് ഷിൻഡെ സർക്കാരിന് മുന്നിലെ കീറാമുട്ടിയായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ഈ മറാഠ സംവരണം. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ വോട്ട് ബാങ്കുകളായ ഈ മറാഠകളെ മാറ്റി നിർത്തിക്കൊണ്ട് മഹാരാഷ്ട്രയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുന്നോട്ട് പോകാൻ സാധിക്കുകയുമില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ പെട്ടെന്നാണ് തകിടം മറിയുന്നത്. കാരണം എല്ലാവരും ഈ മറാഠ സംവരണ വിഷയം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് BJPയെയും സംസ്ഥാന സർക്കാരിനെയും ആയിരിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് NCPയെയും കോൺഗ്രസിനെയും തന്നെയാണ്. കാരണം മറാഠ സംവരണം സംസ്ഥാനത്ത് ആളിക്കത്തിയതോടുകൂടി മഹാരാഷ്ട്രയിൽ ദളിത് OBC കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ധ്രുവീകരണം അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇവർ BJP സർക്കാരിന് അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഈ മറാഠ സംവരണം നടപ്പിലാക്കാത്ത കാലത്തോളം. നമുക്കറിയാം, ഈ OBCയും ദളിതുകളും ഒക്കെയാണ് NCPയുടെയും അതിനോടൊപ്പം കോൺഗ്രസിന്റെയും ഒക്കെ ശക്തി. പക്ഷേ ഇവർ ഇപ്പോൾ BJPക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു വിഷയം തന്നെയാണ് ഈ മറാഠ സംവരണം. സംസ്ഥാന സർക്കാർ അനുവദിച്ച സംവരണം പോലും സുപ്രീം കോടതി എടുത്തു കളയുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. എന്തായാലും മഹാരാഷ്ട്രയിൽ ഇത്രയധികം പ്രക്ഷോഭങ്ങൾ നയിച്ച, ഒരുപക്ഷെ സംസ്ഥാനത്തെ ഏറ്റവും അധികം ആശങ്കയിലാഴ്ത്തിയ ഈ മറാഠ സംവരണ പ്രക്ഷോഭം, അതിന്റെയൊക്കെ അനന്തര ഫലം എന്തായിരിക്കും? മറാഠകൾ ആർക്കൊപ്പം നിന്നു, OBCയും ദളിതും ഒക്കെ ആർക്കൊപ്പം നിന്നു എന്നുള്ളത് ജൂൺ 4 ശേഷം കൃത്യമായി വായിച്ചെടുക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.